ഹായ് ഓൾ അസ്സാം വലൈക്കും ഹൗറ റെസിപ്പീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ അച്ചപ്പം. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ എളുപ്പത്തിൽ കുറേ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. 2 കപ്പ് അരിപ്പൊടിയിൽ 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ പച്ചരി കുതിർത്തിയിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പച്ചരി ആണെങ്കിൽ 2 കപ്പ് പച്ചരി കുതിർത്തിയിട്ട് നല്ലോണം വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അരിപ്പൊടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് 2 മുട്ടയ്ക്ക് ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മധുരമെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. കാരണം ചിലപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, കുറവുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് മധുരം ഇട്ട് കൊടുത്തിന്, അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനടുത്തതായിട്ട് നല്ല വറുത്ത അരിപ്പൊടി, നമ്മൾ പത്തിരിക്കെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, പത്തിരി നമ്മൾ ഇടിയപ്പെല്ലാം ഉണ്ടാക്കുന്ന അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പത്തിരിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ 2 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യം വന്നിട്ടില്ല, ഒരു 1.25 കപ്പിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ചില അരിപ്പൊടിക്ക് നന്നായിട്ട് എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ ആവശ്യം ഉണ്ടാവും, വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ചിലത് വേഗം തന്നെ നമുക്ക് ലൂസായിട്ട് കിട്ടും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ മാവിനെക്കാട്ടി കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത്രയെല്ലാം നമുക്ക് പണിയുള്ളൂ, വേറെ വലിയ പണിയൊന്നും ഇതിനില്ല കേട്ടോ. പിന്നെ ചുട്ടെടുക്കലേ ഉള്ളൂ. ഇനി നമുക്കിതിനാവശ്യത്തിനായിട്ടുള്ളത് ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഇതാ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളമെല്ലാം ഒന്ന് ആറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ 1.5 ടേബിൾ സ്പൂണിന് ഇട്ട് കൊടുത്തിന്. അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ബാറ്റർ കുറച്ചൊരു അയിനെ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ലൂസും ടൈറ്റും നോക്കിയിട്ട്, ഇപ്പോൾ ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ആക്കുക. അതായത് നമ്മൾ ദോശൻ്റെ മാവിനാക്കട്ടി കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കണം ഈ ബാറ്റർ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതാ എൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു പ്രയാസമൊന്നുമില്ല. പിന്നെ ചുടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു നമ്മൾ ദോശനാക്കട്ടി കുറച്ചും കൂടി അതിനിട്ട്. ഓക്കെ, ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഈ അച്ച് മുങ്ങാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ അച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ അച്ചൊന്ന് ചൂടാകണം കേട്ടോ. അല്ലാതെ ചൂടാവാതെ മാവിലേക്ക് ഇടാൻ പാടില്ലേ. എന്നിട്ട് എന്താക്കുക, നേരെ നമുക്ക് മാവിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഒരു സെക്കൻഡ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രം അച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അച്ചപ്പത്തിൻ്റെ ഇതില്ലേ, അത് തന്നാൽ ഇങ്ങനെ ഇളകി വരും കേട്ടോ. അപ്പം അന്നേരം തന്നെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല. കുറച്ചൊന്ന് അവിടെ എണ്ണയിൽ വെച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ അച്ചൊന്ന് ഇതായി കൊടുത്താൽ മതി, ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം അത് അച്ചപ്പം അങ്ങ് താഴത്തേക്ക് വന്ന് വീണു കേട്ടോ. അപ്പോൾ ഇതേപോലെ. അപ്പോൾ കളറ് ഭയങ്കരമായിട്ട് ഡാർക്കാക്കിയിട്ട് എടുക്കരുത്. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കോരി എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ജസ്റ്റ് ഒരു കളർ മാറാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരു ലൈറ്റ് കളറ് എന്ന് അനുസരിച്ചിട്ട് തന്നെ നമുക്കിതെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു കളർ മാറാനുണ്ട് ചെറുതായിട്ട്. ജസ്റ്റ് എന്നാലും വേവാതെ എടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും നല്ലൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുറച്ചും കൂടി എണ്ണ ഉപയോഗിച്ചിട്ട്, നന്നായിട്ട് എണ്ണ ഉപയോഗിക്കുന്നതാണ് നമുക്കിതിൽ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതായിട്ട് തന്നെ ഞാൻ 1 എണ്ണം ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും 2 എണ്ണം ചൂടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഓയിലെല്ലാം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണത്തോളം ഉണ്ടാക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് തന്നെ ഒരു 35ഓളം അച്ചപ്പൻ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അച്ചുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടിപൊളി അച്ചപ്പാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നല്ല എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.